കേരള രാഷ്ട്രീയത്തിൽ പല പാർട്ടികളും മുന്നണികളും ഉണ്ട്. അതിൽ രണ്ട് പ്രധാന മുന്നണികളാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇടതുപക്ഷമെന്ന് പൊതുവെ അറിയപ്പെടുമെങ്കിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ വലതുപക്ഷമെന്ന് പൊതുവെ അറിയപ്പെടാറില്ല. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ഐക്യ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ UDF എന്നാണ് അവരെ അറിയപ്പെടുന്നത്. സോഷ്യലിസ്റ്റ് പുരോഗമന നയപരിപാടികളുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. പാരമ്പര്യത്തെയും നിലവിലെ വ്യവസ്ഥകളെയും സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് വലതുപക്ഷക്കാർ. മതം, സംസ്കാരം എന്നിവ സംരക്ഷിക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട്. സ്വകാര്യ സംരംഭങ്ങളെയും സ്വതന്ത്ര വിപണിയെയും ഇവർ പരമാവധി പ്രോത്സാഹിപ്പിക്കും. ഭരണകൂടത്തിന്റെ ഇടപെടലുകളിൽ ഇടതുപക്ഷത്തെക്കാൾ കൂടുതൽ വ്യക്തിഗത സ്വാതന്ത്ര്യം ഇവർ അനുവദിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് തന്നെ പ്രധാനമായ ഒരു രാഷ്ട്രീയ ശക്തിയാണ് ഇടതുപക്ഷക്കാർ. എങ്ങനെയാണ് ഇടതുപക്ഷക്കാർക്ക് ആ പേര് ലഭിച്ചതെന്ന് ശരിക്കുള്ള ഇടതുപക്ഷക്കാർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഇടതുവശവുമായി ബന്ധമുള്ളതാണ് ആ പേര്. ഫ്രഞ്ച് വിപ്ലവകാലത്താണ് ഇടതുപക്ഷം എന്ന പേര് ഉരുത്തിരിഞ്ഞതെന്നാണ് ചരിത്രം പറയുന്നത്. അക്കാലത്താണ് ഇപ്പോൾ നാം കാണുന്ന ജനാധിപത്യത്തിന്റെ പ്രാകൃത രൂപമായ സെനറ്റുകൾ റോമിൽ ഉൾപ്പെടെ രൂപീകരിക്കപ്പെടുന്നത്. ഇതിൽ രണ്ട് വിഭാഗക്കാരുണ്ടായിരുന്നു. പ്രഭുക്കന്മാരുടെ നേതൃത്വത്തിലുള്ള പെട്രീഷ്യന്മാരും സാധാരണക്കാർക്ക് പ്രാധാന്യമുള്ള പബ്ലിയന്മാരും. ഈ പബ്ലിയന്മാർ സെനറ്റിന്റെ ഇടതുവശത്താണ് ഇരുന്നിരുന്നത്, പെട്രീഷ്യന്മാർ വലതുവശത്തും. കുറച്ചുനാൾ കഴിഞ്ഞതോടെ ഇടതുവശത്തിരുന്ന പബ്ലിയന്മാരെയും അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരെയും ഇടതുപക്ഷക്കാർ എന്ന് വിളിച്ചു തുടങ്ങി. ബ്രിട്ടീഷ് പാർലമെന്റിലും രാജഭരണത്തെ എതിർത്തിരുന്നവരുടെ സ്ഥാനം ഇടതുവശം തന്നെയായിരുന്നു. കാലക്രമേണ ഇടതുപക്ഷക്കാർ ശക്തരാവുകയും പലയിടങ്ങളിലും പെട്രീഷ്യന്മാരുടെ മേൽ ആധിപത്യം പുലർത്തുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായി ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും അവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നവരെ ലോകമെമ്പാടും ഇടതുപക്ഷക്കാരെന്ന് വിളിച്ചു പോകുന്നു. വ്യക്തവും ശക്തവുമായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഉള്ളവരായിരുന്നു ഇവർ. ഇടതുപക്ഷ വിരോധികളും രാജഭക്തരെയും നിലവിലെ വ്യവസ്ഥകളിൽ മാറ്റം വേണ്ട എന്നുള്ളവരെയും കുറിക്കാൻ ലോകമാകെ വലതുപക്ഷം എന്നത് ഉപയോഗിച്ചു തുടങ്ങി. ഇന്ത്യയിലും ഈ രീതി തുടർന്നു. കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ് ഇവിടുത്തെ ഇടതുപക്ഷ അംഗങ്ങൾ. ഇന്ത്യയിൽ സ്വാതന്ത്ര്യസമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ നിലപാടിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒരുമിച്ച് നിന്നിരുന്നു. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടെ ഈ ഒത്തുപോകൽ അവസാനിച്ചു. രണ്ട് ആശയധാരകളായി തന്നെ അവർ നിലകൊണ്ടു. രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ട് ആശയങ്ങൾ. കാലക്രമേണ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷത്തിന്റെ ശക്തി കാര്യമായി കുറഞ്ഞു. ജാതി മത വിഭാഗങ്ങൾ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തി തുടങ്ങിയതും ആശയങ്ങളിലും മൂല്യങ്ങളിലും ഉണ്ടായ തകർച്ചയുമാണ് ഇതിന് കാരണമെന്നാണ് ഇടതുപക്ഷക്കാർ തന്നെ പറയുന്നത്. അങ്ങനെ ചുരുങ്ങി ഇടതുപക്ഷം പലയിടത്തും നാമാവശേഷമായി. കേരളത്തിലും അതിൻ്റെ അലയൊലികൾ കേട്ടു തുടങ്ങി. ബാക്കിയെല്ലാം ശേഷം കാഴ്ചയിൽ.